ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാളയൻകോടൻ പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പഴം ഏതായാലും ഇതുപോലെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 പടല പാളയൻകോടൻ പഴം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് ചൂടായി വന്നപ്പോഴാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഈ പഴത്തിൻ്റെ ഒരു സൈഡ് 1 മിനിറ്റ് നേരം ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടെ 1 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ ഒരു വീഡിയോസിന് വേണ്ടി ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഈ പഴം വെന്ത് വരുമ്പോൾ നമ്മുടെ ഈ പഴത്തിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഇളകി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് എടുത്തു മാറ്റണം. ഒരുപാട് സമയം ഇത് എണ്ണയിലിട്ട് വേവിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചും വരും, രുചിയിലും വ്യത്യാസം വരും. ഇപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ എല്ലാ പഴവും എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മൈദ മാവിൽ മാത്രമല്ല ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൈദ മാവാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദാമാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി മധുരത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മധുരം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പഞ്ചസാര എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം മധുരമുള്ള നല്ലൊരു സ്നാക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഈ പൊടിയെടുത്ത അതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 തുള്ളി യെല്ലോ ഫുഡ് കളർ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോയ്ക്ക് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചെയ്തെടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ആ ഒരു കളർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം പരുവം തെറ്റിപ്പോവും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഒരു പരന്ന പാത്രത്തിലേക്കോ വെച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴച്ചെടുത്ത മാവിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ തോല് ഇളക്കി മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ തോല് ചൂടോടെ തന്നെയാണ് ഇളക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം ഒലിച്ച് മാറ്റിയാലും മതി. ഇപ്പോൾ ഞാനിതുപോലെ എല്ലാ പഴത്തിൻ്റെ തോലും ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബോർഡ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവിൽ നിന്നും ഒരു ചെറിയ മാവ് ബോൾസാക്കി ഇതുപോലെ എടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പഴം ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇതുപോലെ പഴം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഈ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലുള്ള അരിപ്പ പാത്രത്തിൽ എല്ലാം അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് വെന്ത് വരട്ടെ. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സ്നാക്സിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുന്ന ഈ ഒരു സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്സ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.